ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ സ്വന്തം ഡാൽമ 420 അല്ലെങ്കിൽ ഡാൽട്ടൺ സന്തോഷ്, നിങ്ങളുടെ സ്വന്തം മണിക്കൂട്ടാൻ. ഇന്ന് നമ്മൾ കുറച്ച് FC മൊബൈൽ ആയിരിക്കും കളിക്കുന്നത്. ഞാൻ പണ്ടത്തെ ഒരു പ്ലെയർ ആയിരുന്നു, ഫിഫ മൊബൈലിൻ്റെ കാലം, മറ്റേ ഹയ്യ ഹയ്യ പാട്ടുള്ള സമയത്ത്. ഇപ്പോൾ ഒന്ന് പുതിയതായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഇവരുടെ പരിപാടിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജൂഡ് ബെല്ലിംഗം, വെർജിൽ വാൻ ഡൈക്ക്, ഡൈബാള, നമ്മുടെ ട്രിയോ ഉണ്ടല്ലോ, നമുക്ക് കളിക്കാം. വാ, ലോഡാകട്ടെ. ഞാൻ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തല്ലോ ഗൈസ്, വലിയ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ഗൈസ്, ഞാൻ അക്കൗണ്ടിൽ FC പോയിന്റ്സ് ഒക്കെ വാങ്ങിയിട്ടുള്ളതായിരുന്നു. അത് 123 ആയിരുന്നു എൻ്റെ ഓവറോള്. അത് പക്ഷേ ഞാൻ പ്രശ്നം എന്നറിയാമോ, ആ അക്കൗണ്ടിൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റ് ആയിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നമുക്ക് പോവാം. അർജന്റീനയാ ഷേ റൊണാൾഡോ ഫാൻസാ. ടീം ഓഫ് ദ സീസൺ, എൻഡ് ഓഫ് ദ സീസൺ. ഇതാണ് എൻ്റെ അക്കൗണ്ട്, നമ്മൾ കാണാൻ പറ്റും. ഞാൻ ലൈനപ്പ് ആണെങ്കിൽ ഞാൻ പോയ വർഷത്തിൽ ടോട്ടീന് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടീന് എനിക്ക് മോസ്റ്റ് റയറസ്റ്റ് കാർഡ് കിട്ടി. ഈ റോഡ് ബുള്ളറ്റും എനിക്കൊരു 120 ബുഫോണും കിട്ടി. ഈ റോഡ് ബുള്ളറ്റും ബുഫോണും ആണ് എൻ്റെ ബെസ്റ്റ് കാർഡ്സ് എൻ്റെ അഭിപ്രായത്തില്. ഇത് ഇപ്പൊ വലിയ വാല്യൂ ഒന്നും ഇല്ലാന്ന് എൻ്റെ തോന്നല്. ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. ആ സമയത്ത് ഞാൻ കളിച്ചോണ്ടിരുന്ന സമയത്ത് റോഡ് ബുള്ളറ്റ് ആയിരുന്നു മോസ്റ്റ് റയറസ്റ്റ് കാർഡ്. അപ്പോ നമുക്ക് പരിപാടി ഒന്ന് നോക്കട്ടെ. കാശൊന്നുമില്ലേ? സ്റ്റോർ മാർക്കറ്റ് അവിടെ പോയി. സൈനിങ്സോ ഇതെന്നത്? ഇതൊക്കെ എന്ന അവസാനങ്ങളാണോ? മാർക്കറ്റ് അവിടെ പോയി. അതൊക്കെ നമുക്ക് കളിക്കാം. ഞാൻ ഹെഡ്സ് പ്രോ പോയതാ, ഡയമണ്ട് ഇട്ടുമായിരിക്കും. ടീം ഓഫ് ദ സീസൺ നോക്കാം. ടീം ഓഫ് ദ സീസൺ എൻഡാറായപ്പോഴാണ് ഞാൻ വന്ന് കളിക്കണത്. അതുകൊണ്ട് റിവാർഡ്സ് എല്ലാം കിട്ടിക്കൊണ്ടുവന്നോ? പക്ഷെ ഒന്നുമില്ലേ. പ്രോ 1 റിവാർഡ് പ്ലേ മോഡ്. ഡയമണ്ട് കിട്ടുന്നതാണല്ലോ. 1000 ഡയമണ്ട്. ഇതെല്ലാത്തിനും 1000 വെച്ച് കിട്ടും. അപ്പൊ നമുക്ക് പോകാം. ട്രാൻസ്ഫർ പോയിന്റ്സ് ഒക്കെ കുറെ കിട്ടിട്ടുണ്ട്. 2000 ഡയമണ്ട്സ് പോരട്ടെ. ഇപ്പൊ നമുക്ക് H2Hന് കുറെ ഡയമണ്ട്സ് കിട്ടി. ഇനി വേഴ്സസ് അറ്റാക്കിൽ കുറച്ച് കിട്ടുമായിരിക്കും. 9 വിൻസ് 8 സ്ട്രീക്ക് 88 ഗോൾ. 88 അടിച്ചു ഞാൻ. എല്ലാത്തിലും പ്രോ ആണല്ലേ. ഞാൻ പ്രോ വന്നു എല്ലാത്തിലും മിക്കതിലും. ഇതൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ റിവാർഡ്സ് കളക്ട് ചെയ്യാൻ വന്നു, എല്ലാം കളക്ട് ചെയ്തിട്ട് പോകും നമ്മുടെ പാട്ടിന്. 6 പാക്ക് ഉണ്ട്. റിവീലോൾ എല്ലാം ഉണ്ട്. എല്ലാം കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 2000 ഡയമണ്ട് കിട്ടുന്നുണ്ടോ? 2000 കിട്ടി. ഇനി നമുക്ക് മാനേജർ മോഡിൽ ഞാൻ ആമച്ചർ മോഡാണ് നോക്കാം. ഞാൻ 2 മാച്ച് കളിച്ചായിരുന്നു. ഞാൻ ചുമ്മാ പ്രാർത്ഥിക്കാൻ പോയപ്പോ ചുമ്മാ ഇട്ടിട്ട് അങ്ങ് പോയി. അപ്പോൾ കുറച്ച് ഡയമണ്ട്സ് കിട്ടും എൻ്റെ പ്രതീക്ഷ. 1000 കിട്ടേണ്ടതാണല്ലോ. 1000 1000 കിട്ടി. ചുമ്മാ ഫോണിന് ചാർജ് ഇട്ട് പോകുമ്പോൾ നിങ്ങളൊന്ന് മാനേജർ മോഡ് ഓട്ടോ പ്ലേയിലിടുക. അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് 2000 ഡയമണ്ട്സ് 3000 ഡയമണ്ട്സ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും. എൻ്റെ റെക്കമെൻഡേഷൻസ് അതാ. നല്ല പാട്ട് ഈ വർഷം. മെസ്സിന് കാണൊക്കെ നോക്കട്ടെ. 119 എൻ്റെ ഗോട്ട് അവിടെ, മേരെ ഗോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ. മോൻ ബാസ്റ്റിന്റെ കാണുന്നു. ബേസ് കാർഡ് 120. ബേസ് കാർഡൊക്കെ അത്രയായി. ടാഗോ
Premier League. Premier League 116 plus. 116 plus attack. ഒന്നുമില്ലേ? അപ്പൊ നമ്മൾ ഇതിടാം. ബുണ്ടസ്ലീഗ ഇടാം. ബുണ്ടസ്ലീഗ ഇല്ല. ലീഗ് 1 മെക്ഡോണൽഡ്സ് ഉണ്ടാകേണ്ടതാണല്ലോ. ഒന്നുമില്ല. ലീഗ ഉണ്ടാവും. ലീഗ 115 പ്ലസ്. 115 മിഡ്. ഇതൊന്നും മറക്കാണില്ല. എന്നാ മനസ്സിലായില്ല. ഷമീൻ യമാൽ. നീ ഇല്ല മറ്റേ റൊണാൾഡോന്റെ കൂടെ യൂറോസിൽ വെച്ചത്. അതൊക്കെ നമ്മൾ നോക്കണ്ട. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണ്ടേ? പാക്ക് ഓപ്പണി. 13,000 ഡയമണ്ട് ഡ്രാഫ്റ്റ് ചെയ്യാം. ഡ്രാഫ്റ്റ് ഓപ്പൺ ഒന്നുമില്ല. ലിമിറ്റഡ് റോണി. എൻ്റെ അമ്മോ. ബെസ്റ്റ് ഓഫ് UEL. ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇതിന്റെ മറ്റേ പഴയ ഫിഫ മൊബൈലിന്റെ ഓർമ്മ ഉണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു അത്. ഇതൊക്കെ അവാർഡ്. എനിക്ക് റോബർട്ടോ കാർലോസ് കിട്ടുമെന്ന് എനിക്കൊരു സംശയം. നമുക്ക് ഒന്നൊന്നായിട്ട് ഓപ്പൺ ചെയ്യാം. ഈശ്വര സ്വസ്ത്രം. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ദൈവത്തിന് ഓരോരോ വാക്കൗട്ട് എന്ന് കൂടിയിട്ടുണ്ട് ഇവിടെ. വാക്കൗട്ടാണോ? വാക്കൗട്ടില്ല. ബ്രേബ്രുക്ക് അതാരാണ്? പിന്നെ തുറക്കാം. ഇത് രണ്ടെണ്ണം തുറക്കാം. എന്നാ റാങ്കപ്പായി. നമുക്ക് നോക്കാം. വാക്കൗട്ടല്ല. 114. അത് നല്ലതാ. ലാസ്റ്റ് ആയിട്ട് ഒരെണ്ണം തുറക്കാം. കിട്ടില്ല. വാക്കൗട്ടല്ല. പറഞ്ഞില്ലേ. ഡിയോമണ്ടെ. അപ്പൊ നമുക്ക് ഈ സീരിയാന്റെ ഒരെണ്ണം നോക്കാം. സീരിയാല് നമുക്ക് എന്റെ വാൻ ബാസ്റ്റിയൻ അല്ലെങ്കിൽ മോഡച്ച്. മെസ്സി എനിക്ക് വേണ്ട. കിട്ടിയാക്കൊള്ളാം മാത്രമേ ഉള്ളൂ. ദൈവമേ പോരട്ടെ. പണം പോട്ടെ, പവർ വരട്ടെ. ഒന്നും വാക്കൗട്ട് കിട്ടില്ല. പക്ഷെ എനിക്ക് ലക്കില്ല ഗൈസ്. എന്നാ ഞാൻ എപ്പോഴാണ് ഇതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തത്? 70 സാധാരണ 100 റൺസ് അല്ലേ? 100 ഡ്രാഫ്റ്റ്സ് അല്ലേ ഇത്? പൂളേ എല്ലാം മാറ്റി വെച്ച് ഈ പാക്കൊക്കെ എന്നാ ആണോ? ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ ഇത്. ഫസ്റ്റ് ഒക്കെ നല്ല പാക്സോടെ കിട്ടും. 117, 114 ഐഷോ സ്പീഡ് കളിച്ചോണ്ടിരുന്ന കാലം സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ എന്തൊക്കെ ഒരു ഗെയിം പ്ലേ. എക്സ്ട്രാ ടൈം പാട്ട് അവിടെ പോയി. പ്രോ മൊബൈലാ അതൊക്കെ അവാർഡ്. നമുക്ക് കളിക്കാം. എനിക്ക് ബോറടിക്കും. ബുഫോൺ H2H നമുക്ക് സ്വാപ്പ് ചെയ്തോളാം. എൻ്റെ ടീം നോക്കാം. ഷൗട്ട് ഔട്ട്. എന്നാ പേര്? ഷൗട്ട് ഔട്ട് ആര്യൻ 6675 റോമൻ ന്യൂമറൽസ്. നല്ല സ്ക്വാഡാ. പക്ഷെ എൻ്റെ സ്ക്വാഡ് അങ്ങനെ ഇരിപ്പുണ്ട് കൂടി. ബുഫോൺ അവിടെ. ബുഫോൺ തന്നെ ഹൈറ്റ് ആണല്ലേ. ഇത് എൻ്റെ സ്ക്വാഡ്. പാഞ്ചോ കോൾമനൊക്കെ ഇത് അവൻ്റെ സ്ക്വാഡ്. സീക്കോ ഫോഫ് പിന്നെ നല്ല സ്ക്വാഡ്. എൻ്റെ ദൈവമേ, എൻ്റെ സ്ക്വാഡിനൊക്കെ നല്ലതാണല്ലോ. നമുക്ക് കീക്ക് ഓഫ് ചെയ്യാം. ഇപ്പൊ നോക്കി ഓടി വരും ഒരുത്തൻ. ബുള്ളറ്റ് വെച്ച് ഇങ്ങനെ പയ്യോ പോകും. പാസ്. അയ്യോ, ചിപ്പ് ഷോട്ട് അടിച്ചു വിട്ട അറിയാതെ. ഞാൻ പവർ ഷോട്ടിന്റെ ഇത് എങ്ങോട്ടായതെന്ന് മറന്നുപോയി. കിട്ടോ? കിട്ടി. പെനാൾട്ടി ആണേ. പാഞ്ചോണ്ട് കോൾമാൻ. എന്നാടേ കോൾമാനെ? പാന്ത്രോ എന്നോ പേരൊക്കെ മറന്നുപോയി ഇവന്റെ. കിട്ടി. ഉരുട്ടി അവനെ.
നമുക്ക് അവനെ ഇങ്ങോട്ടേക്ക് പോകാം. ബുള്ളറ്റ് ഓട്ടം കിട്ടേ കിട്ടേ ഗോളാ ഗോൾ അക്രോൾ സുഖമായിട്ടൊരു ഗോൾ. അതൊക്കെ അവോയ്ഡ്. നമ്മൾ പിന്നെ അവനെ കിക്ക് ഓഫ് നോക്കാം. ഇവനെ അത്രയ്ക്ക് തോപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഹോട്ട് ടാക്കിൾ എങ്ങനെ ചെയ്യണം? ഹോട്ട് ടാക്കിൾ കിട്ടി. കിട്ടി. എന്റെ പേരെന്നായിരുന്നു? എൻ്റെ ഒരു പുളിസിക്കുണ്ട്. അതെ പുളിസിക്ക്. ഇവൻ നല്ല പേഴ്സുള്ളത്, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഓട്ടം പിടിക്കുന്നത്. അയ്യോ പാസിടാൻ പോയതാ. ഇന്റർസെപ്റ്റ് ചെയ്തു. കിട്ടി. ഇത് എങ്ങോട്ടാ അടിക്കണേ? അവന്റെ വേറെ ആരും അവിടെ ഇരിക്കണത്. അയ്യോ കുഴപ്പമില്ല. ഞാൻ വേറെ എവിടെയോ ഫോക്കസ് ആയിരുന്നു. ഹാഫ് ടൈം ആയി. 1-0. ഇവനൊരു 5-0. അതാണ് എൻ്റെ എം. അതാണ് എൻ്റെ എം. റൂഡ് ബുള്ളറ്റ്. ഞാൻ ത്രോ എന്തിനാണോ കൊടുത്തത്? വേറെ എവിടെയായിരുന്നു ഫോക്കസ്ഡ്. അറ്റാക്കിൽ ഇട്ടോ? കിട്ടി. പിന്നെ എല്ലാവരും ഇട്ട് ഉരുട്ടിലുണ്ട്. ഫൗളൊന്നും കൊടുക്കണില്ല അവൻ. റെഫറി ആരാണോ? റെഫറിന്റെ പേരാണ് ബാർസലോണ. 10th മാൻ. നമ്മളിങ്ങനെ അതല്ല, അത് ശരിയല്ല, ഒട്ടും ശരിയല്ല. ഓട്ടത്തെ പിടിടാ. തമിഴ് തുടങ്ങി. പാസ് ചെയ്യുക. എൻ്റെ അടുത്ത് ഒരു ഗോൾ അടിക്കാൻ ശ്രമിക്കണടാ ബോയ്സ്. ബൂഫോൺ എന്റെ അമ്മ, എന്നെ പോലെയാണല്ലോ കീപ്പിങ് ബൂഫോണ്. കിട്ടി. ഡബിൾ ടാപ്പ് ചെയ്യാൻ മറന്നു. കിട്ടിയാ? ജിക്കും നല്ല കാടൊക്കെ ഉണ്ടല്ലോ. ആ കാടാണ് അങ്ങനെ. ഓട്. ഞാൻ എന്നാ കാണിക്കുവാണോ? അതുപോലെ ഞാൻ ശ്രദ്ധിച്ചില്ല. സ്ലൈഡ് വരുന്നില്ലേ? കിട്ടി. രണ്ടാമത്തെ ഗോൾ ഉറപ്പു. പോസ്റ്റിയോ എന്നതോ ഹാർട്ടൊക്കെ കാണിക്കോ? ആരുടെ അടുത്താണോ ഹാർട്ട് കാണിക്കണത്? ഇതൊക്കെ നമ്മൾ നോക്കേണ്ട പരിപാടി എന്ത്? നമ്മളിങ്ങനെ പോകുന്നു, അടിക്കുന്നു, വരുന്നു. ഇതാണ് നമ്മുടെ പരിപാടി. സെക്കൻഡ് ഡിഫെൻഡിങ് ആണ്. അയ്യോ ജീക്കറസ് അല്ല, സെക്കൻഡ് ഡിഫെൻഡിങ്. ജീക്കറസ് ഒന്നും ഇപ്പൊ ബുഫോൺ കയറി വരും. അവന് പെണ്ണിനെ കാണാൻ പോണ പോലെ. ഓടി ഒരു ഗോള്. എന്നാശയമാണോ? പെനാൾട്ടി ഓടേ ജയിച്ചു. റോഡ് ഹുലറ്റ്. ആര്യൻ എന്നാ പേര്? ആര്യൻ 667. അയ്യോ ബ്രെയിൻ റോഡ് കിട്ടാ വേണ്ട, കുഴപ്പമില്ല. നീ കമന്ററി ഓണി തട്ടില്ലേ? കമന്ററിക്ക് എന്തിനാ? നമുക്ക് നമ്മുടെ പരിപാടി നോക്കി പോകാം. ഞാനൊരു ഒരു പാക്കും കൂടെ ഓപ്പൺ ചെയ്യാനുള്ള കാശ് എങ്ങനെ ഒപ്പിക്കട്ടെ. ടാക്സ് Pro 1 rewards. എല്ലാം കിട്ടി കഴിഞ്ഞില്ലേ എനിക്ക്? എല്ലാം കിട്ടി. വർക്ക്ഔട്ട് പ്ലീസ്. ഒന്നും കിട്ടുന്നില്ല.
120 വരെ കിട്ടുമായിരുന്നു എനിക്ക്. മാർക്കറ്റ്. എൻ്റെ അമ്മ മാർക്കറ്റ് ഇപ്പോഴും ഉണ്ട് ഗൈസ്. കൊള്ളാം. എൻ്റെ പ്ലെയേഴ്സ് എന്നൊക്കെ വിൽക്കാൻ പറ്റും. ബ്ലാക്കിന് വിൽക്കാൻ പറ്റില്ല. അതെന്നാ അൺട്രേഡബിളാ. ബ്ലാക്ക് നല്ല കാർഡാ, അത് സമ്മതിക്കാം. എല്ലാമാരും അൺട്രേഡബിളാ. റോഡ് ഹുള്ളറ്റ് അൺട്രേഡബിൾ ആണോ? ഇവനും അൺട്രേഡബിളാ. ബുഫോണും അൺട്രേഡബിളാ. എല്ലാമാരും അൺട്രേഡബിളാ. കുറച്ച് അതിൻ്റെ പണ്ടത്തെ റൈവൽസിൻ്റെ ഉണ്ടായിരുന്നു. ട്രോ ഹോമീസ്, ആക്കോ ഇൻഫോർണോ, റാഗ്നോർണോ ഒക്കെ. ഇതൊക്കെ പുതിയത്. എനിക്ക് വേറെ ഏതോ ഉണ്ടായിരുന്നു. അയ്യോ, വേൾഡ് ക്യാൻസർ ഡേ എന്ന് പറഞ്ഞുണ്ട്. ഇതൊക്കെ നല്ലതാ. കിക്കോക്സ് 7 ടീം ഇൻഫോണോ. നമുക്ക് ടീം ഇൻഫോണോ, വിന്നർ ടീം ഇൻഫോണോ. നമുക്ക് ഏതിടാം? വിന്നർ ഇടാം. ഡീഫോൾട്ട് അതൊന്നും കിട്ടിയിട്ടില്ലേ? ബാനർ അതെനിക്ക് പറയാത്തതല്ല. അയ്യോ, അവയേതാ? മൊബൈലാണ്. റിയൽ മദ്രിഡ് അവ കിട്ടുമല്ലോ. നോ റൂം ഫോർ റേസിസം. അതാണ് എൻ്റെ അഭിപ്രായം. ഇതാ ഹോം കിറ്റാണല്ലേ. നമുക്ക് റിയൽ മദ്രിഡ് അവയെ കിട്ടിടാം. കാരണം ബുഫാനം കാണാൻ കൊള്ളാം. ബോള്. ഗ്രാസ് ടെക്സ്ചർ ഉണ്ടോ ഗൈസ്? നമുക്ക് ഇൻഫോണോ ബോൾ തന്നെ ഉപയോഗിക്കാം. അതിന് നല്ല കളറ്. സ്റ്റേഡിയം ഒന്നും അൺലോക്ക് ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും നോക്കിയത്. പിന്നെ അതൊന്നും നോക്കണ്ട. മാർക്കറ്റൊക്കെ എന്നാ കാണിച്ചതാണോ? ഫേസ് 2 ടോക്കൺസ്. ഇത് തന്നെ പരിപാടി നോക്കാം. ഈ ടോക്കൺസ് വെച്ച് എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും അതൊന്ന് പറഞ്ഞാൽ നന്നായിനെ. നിങ്ങൾ ഈ മാനുവൽ നോയറിന്റെ ഒരു GK കാർഡുണ്ട്. സൂപ്പർ കാർഡാ. അതിന്റെ ത്രോ ഉണ്ട് ബൂഫോന്റെ കിക്കിന്റെ അളവ്. പക്ഷെ അവന് സേവ് ചെയ്യല്ലോ ബൂഫോന്റെ അളവിന്. നല്ല സേവ് ആയിട്ടത് ബൂഫോൺ. അത് സമ്മതിക്കണം അല്ലേ. ഇവന്റ്സ് ടോട്ട് സ്കൗട്ട്. നമുക്ക് ഇതൊന്ന് എന്തെങ്കിലും ഉണ്ടെന്നുള്ളൂ. നെക്സ്റ്റ് അറിയാം, ഇതൊക്കെ അറിയാം നമുക്ക്. ഇതേമേ ഓവറോൾ ആണ്. എനിക്ക് കാശുണ്ടോ? ഓക്കെ. റിവീൽ ക്ലൂ. ഇതിന് ഫസ്റ്റ് കുറെ റിവീൽ ഫ്രീ ആയിരുന്നല്ലോ. എക്സ്ട്രാ ടൈം. ഗൈസ് നമുക്ക് കളിച്ചു പോണം. ട്രിവ്യ ഇതൊക്കെ നമുക്കൊന്നും അറിയാം. ഒരു കുന്തം അറിയാം. ഞാൻ എന്നാ ചെയ്യേണ്ടത്? എനിക്ക് വേണമെങ്കിൽ പ്ലെയേഴ്സിന്റെ പേരറിയാം. ETA 26. ETA എക്സ്ട്രാ ടൈം ടോക്കൺസ് ഇല്ല എൻ്റെ കയ്യില്. ഡ്രാഫ്റ്റ് വൗച്ചർ. എക്സ്ട്രാ ടൈം ഇതൊക്കെ എൻ്റെ കുറെ ഉണ്ടായിരുന്നതാ. എക്സ്ചേഞ്ച് മാർക്കറ്റിലേക്ക് കയറാം. എക്സ്ട്രാ ടൈം ടോക്കൺ കുറെ കൊടുത്താളോ. ഇത് നമുക്കൊരു ഡ്രാഫ്റ്റ് വൗച്ചർ കിട്ടിയാൽ മതി. അതെനിക്ക് സന്തോഷം. ഇത് എന്തായാലും ഞാൻ ഉപയോഗിക്കാത്ത പ്ലെയേഴ്സാ. ഇത് മറ്റേ കൂടെ വിറ്റ ഡ്രാഫ്റ്റ് വൗച്ചറായി. എനിക്കൊന്നും അറിഞ്ഞൂടാട്ടോ ഗൈസ്. ഞാൻ വല്ലതും തെറ്റായിട്ട് വല്ലതും ചെയ്യുവാണെങ്കിൽ ബേസ് അല്ല റാങ്കപ്പ്. എനിക്ക് വല്ലതും അറിഞ്ഞൂടാ. ഞാൻ വല്ല ഏത് പ്ലെയർ സ്ട്രോങ് ആയിട്ട് വിൽക്കുവാണെങ്കിൽ എന്നെ ഒന്നും പറയരുത് ദൈവത്തിനോർത്ത്. നമുക്ക് അവിടെ എവിടെയായിരുന്നു? അയ്യോ, എക്സ്ട്രാ ടൈം ഓഫേഴ്സ് ഇതല്ലായിരുന്നോ? ഒരു ഡ്രാഫ്റ്റ് വൗച്ചർ, ഒറ്റ ഡ്രാഫ്റ്റ് വൗച്ചറിന്. ഞാൻ അടുത്ത ഇത് വല്ല പോയിന്റ്സ് ആയിരിക്കുന്നു.
ദേ നോക്കാം FC പോയിന്റ്സ്. ഇതൊക്കെ മതി. നമുക്ക് ഒറ്റ ഡ്രാഫ്റ്റ് വൗച്ചർ നോക്കിക്കോ ഗൈസ്. എനിക്ക് നോക്കാം, ഇപ്പൊ കിട്ടാൻ പോവാ. കിട്ടിയ ഡ്രാഫ്റ്റ് വൗച്ചർ. ഡ്രാഫ്റ്റ് ആണല്ലോ. ഒരു ഡ്രാഫ്റ്റ് വൗച്ചർ ശരിയാല് നോക്കിയോ ഗൈസ്. നമ്പർ 69 ഇപ്പൊ തീരാൻ പോണു. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഒരു വാക്കൗട്ടും കിട്ടിയിട്ടില്ല ഇന്ന് വരെ. മാക്കാലിസ്റ്റർ നമുക്ക് നോക്കാം. നമ്മുടെ ടീം കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാം. ഓട്ടോ ബിൽഡ് ഒക്കെ എന്തിനാണോ? യാൻ ഓബ്ലാക്ക് ഇതൊക്കെ വേണ്ട. മക്കാലിസ്റ്റർ വേണ്ട. പറ ഇവനെ മാറ്റാനല്ലേ? ഒരു 14 CM ഉണ്ടല്ലോ. എന്റെ പേസ് ഇതിന് ട്രെയിനിങ് കൊടുത്താൽ മതിയല്ലേ? 116 കയറി. റോഡ് ഹോളിച്ച് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. ഇവനെ കയറ്റാൻ പറ്റും. ടോക്കു എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. നമുക്ക് ട്രെയിനിങ് ട്രാൻസ്ഫർ അടിക്കാൻ പറ്റുമോ? അല്ല, റിസർവ്സിൽ പോയാണ് അങ്ങനത്തെ ട്രെയിൻ. റിസർവ്സ് എൻ്റെ പഴയ ആരായിരുന്നു? 110 കണ്ടല്ലായിരുന്നു അവൻ. പിന്നെ ബ്രേബ്രുക്ക, ലൂട്ടിക്ക പറാവ്സ്കി എന്നൊക്കെയോ പേര്. എൻ്റെ പേരൊക്കെ കണ്ട് പഠിക്കണോ? അത്രേ ഉള്ളൂ. ഒന്നും ട്രെയിനിങ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ട്രെയിൻ ചെയ്യാം. അവൻ്റെ പേസം കൂട്ടിയാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. ആ 10 പേസ് ഇൻക്രീസ് ഉണ്ട്. ട്രെയിൻ ചെയ്യാം. റാങ്കപ്പ് അടിക്കാൻ പറ്റും എനിക്ക്. റാങ്ക് പോയിന്റ്സ് ഒന്നും ഉണ്ട്. എന്നോ പരിപാടി ചെയ്തല്ലോ. 3 ഡ്രോപ്പ് വൗച്ചർ. ഇതെങ്ങനെ കിട്ടണേ? ലോഗി അതൊന്നും വേണ്ട. 3 പ്ലേ അറ്റ്ലീസ്റ്റ് 9 ഡിവിഷൻ റൈവൽ മാച്ചസ്. പ്ലേ അറ്റ്ലീസ്റ്റ് 3 ഡിവിഷൻ റൈവൽ മാച്ചസ്. സ്കോർ 30+ ഗോൾസ്. ഇത് രണ്ടെണ്ണം എനിക്ക് ഇപ്പൊ തീർക്കാൻ പറ്റും. വാ ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഡ്രോപ്പ് വൗച്ചർ 40 ഇതും തീർക്കാൻ പറ്റും എനിക്കിപ്പോ. അത് കഴിഞ്ഞിട്ട് ഡ്രാഫ്റ്റ് അറ്റ്ലീസ്റ്റ് 7 ടൈംസ്. ആദ്യം ഇത് തീർത്താ അതും കിട്ടും. ഇതും എനിക്ക് വേണ്ട. അപ്പൊ നമുക്ക് ഇപ്പൊ കുറച്ച് ഡിവിഷൻ റൈവൽസ് പോകാം. ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും ഗൈസ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പാർട്ട് 1 ഇറക്കാം. അടുത്ത പാർട്ടില് നമ്മള് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പാർട്ട് 2 ഇറക്കും. അപ്പൊ ഗൈസ് ബൈ. പാർട്ട് 2 കാണാം.